പിന്നീട് അറബികളങ്ങ് കിടന്നുറങ്ങി എണീറ്റിട്ട് പിന്നെയും നിസ്കരിക്കുന്നു. അതിന് ഖിയാമുൽ ലൈൽ എന്നവര് പേരിടുകയാ. ശ്രദ്ധിക്കണേ. ഇന്ന് ഹറമിൽ അങ്ങനെയല്ല. ഇന്ന് ഹറമില് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിക്കൂല. പോയി കിടന്നുറങ്ങും, എന്നിട്ട് നീച്ചിട്ട് 11 റക്അത്ത് നിസ്കരിക്കും. അതിന് ഖിയാമുൽ ലൈൽ എന്ന് പേരിടും. പക്ഷെ ഉസ്താദ് അവിടെയുള്ള സമയത്ത് അങ്ങനെയല്ല. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കും, 3 റക്അത്ത് വിത്ർ നിസ്കരിക്കും. എന്നിട്ട് പിന്നെ ഉറങ്ങി നീച്ചിട്ട് അവര് വേറെ നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കും. ഉസ്താദ് ഹദീസ് ക്ലാസ് എടുക്കുന്ന സാസ് പോയിരുന്നിട്ട് ആ പണ്ഡിതനോട് ചോദ്യം ചെയ്തു, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും വിത്റ എന്നല്ലേ ഹദീസ്. നിങ്ങൾ ഹദീസ് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരല്ലേ? നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഇവിടുത്തെ സംസ്കാരം, ഈ സമ്പ്രദായം, ഇത് സ്വഹീഹായ ഹദീസിനെതിരല്ലേ? അത് അദ്ദേഹത്തിന്റെ ചിന്തയെ പിടിച്ച് കുലുക്കി. പണ്ഡിത സഭ പെട്ടെന്ന് കൂടി തീരുമാനം മാറ്റി. അന്ന് മുതലാണ് ഹറമിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിക്കാതെ എല്ലാവരും പിരിയുന്നത് തുടങ്ങിയത്. അതിന് കാരണം ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, മലപ്പുറം ജില്ലയിൽ താമസിച്ചുകൊണ്ട് കൊണ്ടോട്ടി അങ്ങാടിയിൽ നിന്ന് മീനും പിടിച്ചുകൊണ്ട് ഭൂമി പോലും അറിയാതെ വിനയാനിതനായിട്ട് നടക്കുന്ന പ്രൗഢഗംഭീരമായ തലപ്പാവ് ധരിച്ച ആ മഹാനായ ശംസുൽ ഉലമയുടെ പിൻഗാമിയായിട്ടുള്ള പണ്ഡിതനില്ലേ, ആ പണ്ഡിതനാ. പക്ഷെ ഇന്ന് ആർക്കറിയാതെ? ആർക്കതറിയാം? ഹറമുകളിൽ തിരുത്താൻ ഉസ്താദിനെ പറ്റിയെന്ന്. ഇത് ഇന്ത്യയിൽ ആർക്കെങ്കിലും പറ്റിയോ? പക്ഷെ ഇതൊന്നും മാസികയിലില്ല, സുവനീറിലില്ല. കാരണം എന്താ? കൊടുക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. അതാണ്. അതിനാണ് ഈ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ജഗബോഗം ചാടുന്നതിൽ വേണ്ടാന്ന്. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അത് ആ അറബികൾ മറന്നൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ എന്റെ കറാമത്തായിട്ട് എഴുതിയേക്കാം. നിങ്ങളെന്താ വിഡ്ഢികളാണോ? അതുകൊണ്ട് അത് മാസിക കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അത് പുറത്ത് വെളിച്ചം കാണാത്തത്. അപ്പൊ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ള ബോധം